ഹായ് ഓൾ, ഞാൻ ആദിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബുലസ് ബൈ ആദിയ കിരൺ. കുറേ റീൽസിലായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ് ഈ ഒരു മാംഗോ ഡെസേർട്ട്. അപ്പോൾ അതിനായിട്ട് നല്ലൊരു പഴുത്ത മാങ്ങ, തണുത്ത ഒരു കവർ പാല്, മിൽക്ക് മെയ്ഡ്, കുറച്ച് ചവ്വരി, ഇത്രയാണ് വേണ്ടത്. ആദ്യമായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ചവ്വരി ഇട്ട് കൊടുത്ത്, കണ്ടേ ചവ്വരി ഇപ്പം ഒരു വെള്ള കളർ കാണുന്നില്ല, അത് ട്രാൻസ്പെറൻറ്റ് കളറായി മാറുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചവ്വരി അവിടെ കിടന്ന് വേകട്ടെ. ആ നേരത്തിന് നമുക്ക് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. ഈ സ്റ്റൈലിൽ ഞാൻ റീൽസിൽ കണ്ട പോലൊന്നും അരിഞ്ഞതാണ്, പക്ഷേ എനിക്കത് പിന്നീട് വീണ്ടും കുഞ്ഞുകുഞ്ഞായിട്ട് അരിയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചെറുതായിട്ട് അരിയാനായിട്ട് നോക്കാം. അരിഞ്ഞെടുത്ത മാങ്ങ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാങ്ങ ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പോയപ്പോഴത്തേക്കുമാണ് മാങ്ങാണ്ടിയുടെ നിന്നുള്ള ബാക്കി കഷ്ണങ്ങൾ എത്രയൊന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അത് കഴിച്ചതിന് ശേഷം ഞാൻ തന്നെ ബാക്കിയുള്ള മാങ്ങ ജാറിലോട്ടിട്ട് അതിലേക്ക് തണുത്ത പാലും അതിലേക്ക് ഒഴിക്കുക. ബാക്കി ഐസ് കെട്ടായിട്ടിരുന്ന പാല് ഒരു കല്ല് കൊണ്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയും പാൽപ്പൊടിയും കൂടെ ആണെങ്കിലും ഇടാം. അങ്ങനെ നമ്മുടെ മാങ്ങയും തണുത്ത പാലും മിൽക്ക് മെയ്ഡും കൂടെ ചേർന്നൊരു തിക്ക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ അരിഞ്ഞെടുത്ത മാങ്ങ കുറച്ച് വലുതായിപ്പോയി, അതിനെ ഒന്നും കൂടെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ചവ്വരി ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിനി ഒരു സ്ട്രെയിനറിനകത്ത് അരിച്ചെടുത്തുകൊണ്ട് ടാപ്പ് വാട്ടർ നമുക്ക് തുറന്ന് വിട്ടുകൊണ്ട് കുറച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ചവ്വരി ഓരോന്നായി വിട്ട് വരാനായിട്ടാണ് ആ ടാപ്പ് വാട്ടർ തുറന്ന് വിടുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് അത് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചവ്വരി അവിടെ ഇരിക്കട്ടെ. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. ഒരു ബൗളെടുക്കുക, അതിലേക്ക് നമ്മൾ മാങ്ങയും പാലും കൂടെ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ മാംഗോ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചവ്വരി വേവിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. സംഭവം അടിപൊളിയാണ്. ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. ഞാൻ കുടിക്കട്ടെ. അപ്പോൾ എല്ലാവരും മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തുടർന്നും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ആദിയ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.